Hi everyone. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കരിക്കുലം സ്റ്റഡീസ് എന്ന അഞ്ചാമത്തെ മൊഡ്യൂളിൽ സെക്കൻഡ് ചാപ്റ്റർ, അതായത് മോഡൽസ് ഓഫ് കരിക്കുലം ഡിസൈൻ എന്ന സെക്കൻഡ് ചാപ്റ്ററിൽ അതുമായിട്ട് ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽസ് ഓഫ് കരിക്കുലം ഡിസൈൻ എന്ന ഈ ഒരു ചാപ്റ്ററിൽ 7 ടൈപ്സ് ഓഫ് മോഡൽസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആസ് പെർ ദ എഡ്യൂക്കേഷൻ നെറ്റ് സിലബസ്. അപ്പോൾ ആ ഒരു 7 മോഡൽസിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ LMS അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു മോഡൽസ് എന്ന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഓൾറെഡി ആ ഒരു മോഡൽസ് ഓഫ് കരിക്കുലം ഡിസൈനിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ ജൂൺ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ്സ് അബൌട്ട് ദ അക്കാഡമിക് ഓർ ഡിസിപ്ലിൻ ബേസ്ഡ് മോഡൽ. അപ്പൊ അതിൽ മോഡൽസ് ഓഫ് കരിക്കുലം ഡിസൈനിൽ ഏറ്റവും ഫസ്റ്റ് വൺ ആയിട്ടുള്ളൊരു കരിക്കുലം ഡിസൈൻ ആണ് അക്കാഡമിക് ഓർ ഡിസിപ്ലിൻ ബേസ്ഡ് മോഡൽ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ അബൌട്ട് ഡിസിപ്ലിൻ ബേസ്ഡ് മോഡൽ. സോ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസിപ്ലിൻ ബേസ്ഡ് മോഡൽ ഓഫ് കരിക്കുലം ഡിസൈൻ ഈസ് ബേസിക്കലി, okay, discipline based model of curriculum design is basically, we have the options, that is option A learner centered, option B teacher centered, option C subject centered and option D social reconstruction centered. അപ്പോൾ ഈ ഒരു അക്കാഡമിക് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ബേസ്ഡ് മോഡൽ പഠിച്ചവർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് ജൂൺ 2022 ചോദിച്ചത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇവിടെ എന്താ, ആ ഒരു അക്കാഡമിക് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ബേസ്ഡ് മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് ഇറ്റ് ഈസ് സബ്ജക്ട് സെന്റേർഡ് എന്നുള്ളത്. ഓക്കെ, അക്കാഡമിക് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അതൊരു സബ്ജക്ട് സെന്റേർഡ് ആണെന്നുള്ളത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് സബ്ജക്ട് സെന്റേർഡ്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ജൂൺ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. In the statements given below, identify those which are related to competency based curriculum design. അപ്പോൾ ഈ ഒരു കോമ്പിറ്റൻസി ബേസ്ഡ് കരിക്കുലം ഡിസൈൻ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷനിൽ മോഡൽസ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു ഏരിയയിലും ഈ ഒരു കോമ്പിറ്റൻസി ബേസ്ഡ് കരിക്കുലം ഡിസൈനെ കുറിച്ച് കോമ്പിറ്റൻസി ബേസ്ഡ് മോഡലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കോമ്പിറ്റൻസി ബേസ്ഡ് മോഡൽ. കാരണം നമുക്ക് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ കരിക്കുലം സ്റ്റഡീസ് എന്ന ഈ ഒരു 5ാമത്തെ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് എക്സാമിന് ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നാണ്. പക്ഷെ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ തന്നെ അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു കോമ്പിറ്റൻസി ബേസ്ഡ് കരിക്കുലം ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? In the statement given below, identify those which are related to competency based curriculum design. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതായത് കോമ്പിറ്റൻസി ബേസ്ഡ് കരിക്കുലം ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ബന്ധപ്പെട്ട കാര്യം എന്താന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയണം, കോമ്പിറ്റൻസി ബേസ്ഡ് മോഡൽ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ കുട്ടികളെ ആ ഒരു സബ്ജക്റ്റിൽ ഒരു മാസ്റ്ററി ലെവലിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു മാസ്റ്ററി ലെവൽ ഓഫ് നോളജ് കുട്ടിക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ കോമ്പിറ്റൻസി ബേസ്ഡ് കരിക്കുലം ഡിസൈനിൽ പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു സബ്ജക്ട് നോളജ് കുട്ടിക്ക് ഉണ്ടായാൽ പോരാ, ഒരു കോമ്പിറ്റൻസി ബേസ്ഡ് മോഡൽ എന്ന് പറയുമ്പോൾ ഒരു മാസ്റ്ററി ലെവൽ എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ എ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ? The abilities and learning styles of individuals gets a support. Okay, the abilities and learning styles of individuals gets a support. B, individuals memory based knowledge is stressed. Okay, individuals memory based knowledge is stressed. അടുത്തത് individuals are helped to achieve their potential. D, domain specific proficiency of individuals is focused. And E, curriculum gets designed with an idealistic perspectives. അപ്പോൾ ഇവിടെ നമുക്ക് 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5 സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള കോമ്പിറ്റൻസി ബേസ്ഡ് മോഡലായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസും കൂടെ നോക്കാം. ഓപ്ഷൻസിൽ 4 ഓപ്ഷൻസിൽ 3 സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം, അതുപോലെ 3 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഓപ്ഷൻസിൽ 3 എണ്ണാണെന്നുള്ളത്. അപ്പൊ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയതുണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ, ദ എബിലിറ്റീസ് ആൻഡ് ലേണിംഗ് സ്റ്റൈൽസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഗെറ്റ്സ് എ സപ്പോർട്ട് ആണ്. അടുത്തത് ഇൻഡിവിജ്വൽസ് മെമ്മറി ബേസ്ഡ് നോളജ് ഈസ് സ്ട്രെസ്ഡ്. ഓക്കെ, ഇവിടെ മെമ്മറി ബേസ്ഡ് നോളജിനെയാണ് ഇവിടെ സ്ട്രെസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം അക്കാഡമിക് ഓർ ഡിസിപ്ലിൻ ബേസ്ഡിലാണ് അവിടെ കൂടുതലായിട്ടും സബ്ജക്ട് സെന്റേർഡ് ആണ്,
കുട്ടികളുടെ മെമ്മറി ബേസ്ഡ് നോളജ് അതിന് മാത്രം സ്ട്രെസ് ചെയ്യുന്നത്. ഇപ്പൊ കോമ്പിറ്റൻസി ബേസ്ഡ് നോളജ് എന്ന് പറയുമ്പോൾ മാസ്റ്ററി ലെവലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മെമ്മറി ബേസ്ഡ് നോളജിനെ മാത്രം സ്ട്രെസ് ചെയ്യുന്ന ഒരു കരിക്കുലം ഡിസൈൻ അല്ല നമ്മുടെ കോമ്പിറ്റൻസി ബേസ്ഡ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബി എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ എലിമിനേറ്റ് ചെയ്താൽ മതി. അടുത്തത് എന്താ? ഇൻഡിവിജ്വൽസ് ആർ ഹെൽപ് ടു അച്ചീവ് ദെയർ പൊട്ടൻഷ്യൽ. ഡൊമൈൻ സ്പെസിഫിക് പ്രൊഫഷൻസി ഓഫ് ഇൻഡിവിജ്വൽസ് ഈസ് ഫോക്കസ്. നെക്സ്റ്റ് വൺ, കരിക്കുലം ഗെറ്റ്സ് ഡിസൈൻ വിത്ത് ആൻ ഐഡിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ്. കണ്ടോ, ഇവിടെ നമുക്ക് തരുന്ന ഒരു ഹിന്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹിന്റ് ആണ് ഈ ഒരു ഐഡിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഐഡിയലിസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായിരുന്നു. അപ്പൊ ആ ഒരു ഐഡിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ടീച്ചേഴ്സ് സെന്റേർഡ് ആണ്, അല്ലെങ്കിൽ സബ്ജക്ട് സെന്റേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ എന്താ, കുട്ടികൾക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു മാസ്റ്ററി ലെവൽ ഓഫ് ലേണിംഗ് എന്നുള്ളൊരു കാര്യമൊന്നും വരുന്നില്ല. അവിടെ ടീച്ചേഴ്സിന് മാത്രമാണ് റോൾ ഉള്ളത്, ആ സബ്ജക്ട്സിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ എൻ്റേർലി ടീച്ചേഴ്സ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അവിടെ ടീച്ചിങ് മെത്തേഡ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ്സിൽ വരുന്ന ഒരു കരിക്കുലവും എന്നല്ല കോമ്പിറ്റൻസി ബേസ്ഡ് കരിക്കുലം ഡിസൈൻ ആയിട്ട് വരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി, കാരണം നമ്മൾ ബി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇ എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റും എലിമിനേറ്റ് ചെയ്തു. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്, ദാറ്റ് ഈസ് എ, സി ആൻഡ് ഡി. അപ്പൊ അത് നമുക്ക് ഒന്നുകൂടെ കറക്റ്റ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി, പക്ഷെ എന്നാലും ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ചെക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ, ദ എബിലിറ്റീസ് ആൻഡ് ലേണിംഗ് സ്റ്റൈൽസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഗെറ്റ്സ് എ സപ്പോർട്ട്. അപ്പൊ അത് ശരിയല്ലേ? കാരണം എന്താ, കോമ്പിറ്റൻസി ബേസ്ഡ് മോഡലിൽ അവിടെ എന്താ, ഇൻഡിവിജ്വലിന്റെ, അതായത് ഓരോ ഇൻഡിവിജ്വലിന്റെയും എബിലിറ്റീസ് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് വരുന്ന ലേണിംഗ് സ്റ്റൈൽസ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവരുടെ കഴിവ് എന്താണോ അതിൽ കുറച്ചുകൂടെ മാസ്റ്ററി ലെവലിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാണ്. അടുത്ത സി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽസ് ആർ ഹെൽപ് ടു അച്ചീവ് ദെയർ പൊട്ടൻഷ്യൽ. അപ്പൊ അത് വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ, കുട്ടികളുടെ എന്ത് ചെയ്യാണ്, അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ എബിലിറ്റി എന്താണോ, അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ എന്താണോ അതിനെ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് കോമ്പിറ്റൻസി ബേസ്ഡ് മോഡലിൽ പറയുന്നത്. അപ്പൊ അതും ഇവിടെ ശരിയാണ്. ആൻഡ് ഫൈനലി, ഡൊമൈൻ സ്പെസിഫിക് പ്രൊഫിഷ്യൻസി ഓഫ് ഇൻഡിവിജ്വൽസ് ഈസ് ഫോക്കസ്ഡ്. അപ്പൊ അത് എന്താ, ശരിയാണ്. കാരണം ഡൊമൈൻ സ്പെസിഫിക് പ്രൊഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇവിടെ കോഗ്നിറ്റീവ് ഡൊമൈനെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, മറ്റു ഡൊമൈൻസിനെയും, അതായത് ഇമോഷണൽ ആയിട്ട് വരുന്ന കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോ ഡൊമൈൻ, ഈ ഒരു 3 ഡൊമൈൻസിനെയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഡി എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതായത് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എ, സി, ഡി ഓൺലി, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് എ, സി ആൻഡ് ഡി ഓൺലി. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ ഇവിടെ ഈ 2 ക്വസ്റ്റ്യനും, ജൂണിൽ ചോദിച്ച 2 ക്വസ്റ്റ്യനും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വേരിയസ് സ്റ്റേറ്റ്മെന്റ്സ് തരുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനും ജൂൺ 2022 തന്നെ ചോദിച്ചാണ്. കണ്ടോ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു ജൂൺ 2022 തന്നെ ഈ ചാപ്റ്ററിന് ഇപ്പോൾ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ്സ് തന്നതിന് ശേഷം, ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചതിന് ശേഷം ആ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നമുക്കത് വായിക്കാനുള്ളൊരു ക്ഷമ ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം മെജോറിറ്റി സ്റ്റുഡൻസിന് ഇല്ലാത്തൊരു കാര്യമാണ്. ഇപ്പൊ ഒത്തിരി വലിയൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ എന്താ, വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത്ര ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ കണ്ടാലും അത് നല്ല രീതിയിൽ കുറച്ച് ടൈം എടുത്ത് വായിച്ച് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മുടെ UGC നെറ്റ് എക്സാമിൽ എന്തില്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തണം. അത് വായിച്ച് ആൻസർ ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് നോക്കാം. Rather than just focusing on what learners are expected to learn in terms of traditionally defined subject content,
Competency-based curriculum emphasizes the various outcomes of a learning process such as skills, knowledge and attitudes to be applied by learners. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ കോമ്പറ്റൻസി ബേസ്ഡ് മോഡൽ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു. ഇവിടെ എന്താ ട്രഡീഷണൽ വേ ഓഫ് ക്ലാസ് റൂം സെറ്റിംഗ്സിലുള്ള കാര്യങ്ങളല്ല ഇവിടെ വരുന്നത്. എന്താ വരുന്നത്? കുട്ടികളുടെ മാസ്റ്ററി ലെവലാണ്. അപ്പോൾ കുട്ടികളുടെ മാസ്റ്ററി ലെവൽ എന്ന് പറയുമ്പോൾ അവരുടെ എബിലിറ്റീസിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാനുള്ള തരത്തിലുള്ള സപ്പോർട്ടായിരിക്കും അവിടെ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ വായിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. Rather than just focusing on what learners are expected to learn in terms of traditionally defined subject content, competency-based curriculum emphasizes the various outcomes of a learning process such as skills, knowledge and attitudes to be applied by learners. Okay, അപ്പോൾ അവിടെ ലേണേഴ്സിന്റെ സ്കിൽസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നോളജിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അവരുടെ ആറ്റിറ്റ്യൂഡ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളെയൊക്കെ അവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കോമ്പറ്റൻസി ബേസ്ഡ് മോഡൽ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം. അടുത്തത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നത് കോമ്പറ്റൻസി കരിക്കുലം അലോസ് ദ സ്റ്റുഡൻസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ എഡ്യൂക്കേഷൻ. Okay, competency curriculum allows the students to take responsibility for their education എന്നാ പറഞ്ഞത്. അതായത് എന്താ, സ്റ്റുഡൻസിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവരുടെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട്, ഒരു മാസ്റ്ററി ലെവലിലോട്ട് എത്തിക്കാനായിട്ട് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അവരുടെ റെസ്പോൺസിബിലിറ്റി അവരെടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും കോമ്പറ്റൻസി ബേസ്ഡ് കരിക്കുലത്തിനെ കുറിച്ചാണ് ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റിലും പറയുന്നത്. അപ്പോൾ അത് വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താ ശരിയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ആകെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കോമ്പറ്റൻസി ബേസ്ഡ് മോഡൽ എന്ന് പറയുന്നത് എൻറ്റയർലി സബ്ജക്ട് സെന്റേർഡ് ആയിട്ടുള്ള കാര്യമല്ല. അവിടെ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിന്റെ എബിലിറ്റിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിന് ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസിൽ ഓപ്ഷൻ എ എപ്പോഴും തരുന്നത് പോലെ ഓപ്ഷൻ എയിൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫാൾസ്. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. അപ്പൊ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ.
അടുത്ത ക്വസ്റ്റ്യൻ ഡിസംബർ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ അബൌട്ട് ലേണിംഗ് ഔട്ട്കം, ദാറ്റ് ഈസ് ഔട്ട്കം ബേസ്ഡ് കരിക്കുലം ഡിസൈൻ എന്നാണ്, ഔട്ട്കം ബേസ്ഡ് മോഡൽ. അപ്പൊ ഈ ഒരു 7 ടൈപ്സ് ഓഫ് മോഡലിൽ നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു ഔട്ട്കം ബേസ്ഡ് മോഡൽസ് ഓഫ് കരിക്കുലം ഡിസൈൻ എന്നുള്ളത്. അപ്പൊ അവിടെയും ആ ഒരു പേരിൽ തന്നെ ഉണ്ട് ഔട്ട്കം ബേസ്ഡ് മോഡൽ എന്ന് പറഞ്ഞ എന്താ, ലേണിംഗ് ഔട്ട്കംസിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് സ്റ്റുഡൻസിന്റെ ആ ഒരു പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം ലേണിംഗ് ഔട്ട്കം നോക്കുന്നു, എന്നിട്ട് ബാക്ക്വേർഡിൽ നിന്ന്, അതായത് ഏറ്റവും ശരിക്കും എന്താ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് ഏറ്റവും ഫൈനൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ആദ്യം നോക്കിക്കൊണ്ട് അതിനനുസരിച്ച് കരിക്കുലം ഡിസൈൻ ചെയ്യുന്ന ഒരു മോഡലാണ് ഔട്ട്കം ബേസ്ഡ് മോഡൽ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി LMSൽ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് ഡിസംബർ 2019 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. In developing the learning outcome-based curriculum, the formulation of objectives in behavioral terms poses the challenge for which of the learning types given below. അപ്പൊ ഏതിലാണ് ഒരു ചലഞ്ച് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്താ ഒരു ചലഞ്ച് വരുന്നതെന്ന് പറയുമ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ആ ഒരു ഔട്ട്കം ബേസ്ഡ് മോഡലിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പോസസ് ദ ചലഞ്ച് ഫോർ വിച്ച് ഓഫ് ദ ലേണിംഗ് ടൈപ്സ് ഗിവൻ ബിലോ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒരു ചലഞ്ച് ആയിട്ട്, അതായത് ഔട്ട്കം ബേസ്ഡ് കരിക്കുലം ഔട്ട്കം ബേസ്ഡ് കരിക്കുലം ഡിസൈൻ എന്ന ആ ഒരു മോഡലിൽ ചലഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്രിറ്റിക് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ ഡയറക്റ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രിറ്റിക് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യമായിരുന്നു. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതാണ് ഇവിടെ ചലഞ്ച് ആയിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വി ഹാവ് ദ ഓപ്ഷൻ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ, ലേണിംഗ് ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ. ഓപ്ഷൻ ബി, ലേണിംഗ് ഓഫ് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഓപ്ഷൻ സി, ലേണിംഗ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് യൂസ്. ആൻഡ് ഫൈനലി ഓപ്ഷൻ ഡി, ലേണിംഗ് ഓഫ് ക്രിറ്റിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് എന്നുള്ളതാണ്. ഓക്കെ, ക്രിറ്റിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പൊ ഈ ഒരു 4 ഓപ്ഷൻസ് നിന്നും ഏത് ഓപ്ഷനാണ് ഈ ഒരു ഔട്ട്കം ബേസ്ഡ് മോഡലിന്റെ ഒരു ക്രിറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ചലഞ്ച് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഓപ്ഷൻ എയിൽ എന്താ, ലേണിംഗ് ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ അതെന്താ ഈ ഒരു ഔട്ട്കം ബേസ്ഡ് മോഡലിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ശരിയാണ്. ലേണിംഗ് ഓഫ് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്, അതും വരുന്ന കാര്യമാണ്. ലേണിംഗ്സ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് യൂസ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഫൈനലി ലേണിംഗ് ഓഫ് ക്രിറ്റിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. അപ്പൊ ഇത് ബാക്ക്വേർഡ് എന്ന് വരുന്നത് കൊണ്ട് തന്നെ, അതായത് ആദ്യം തന്നെ നമ്മൾ ലേണിംഗ് ഔട്ട്കം ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ലേണിംഗ് ഔട്ട്കം, ഒരു കാര്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ലേണിംഗ് ഔട്ട്കം നമ്മൾ ആദ്യം നോക്കുന്നു. അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് കരിക്കുലം ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കുട്ടികൾക്ക് കൂടുതലായിട്ടും ക്രിയേറ്റീവ് തിങ്കിങ്ങിനോ അല്ലെങ്കിൽ ക്രിറ്റിക്കൽ തിങ്കിങ്ങിനോ ഉള്ളൊരു അവസരം അവിടെ ഇല്ലാതാവാണ് ചെയ്യുന്നത്. കാരണം എന്താ, ആദ്യം തന്നെ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് അതിനപ്പുറമുള്ള കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അതിനനുസരിച്ച് ആ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് എൻഹാൻസ് ചെയ്യാനുള്ളൊരു കാര്യം ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ലേണിംഗ് ഓഫ് ക്രിറ്റിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ജൂൺ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ജൂൺ 2022 തന്നെ ഇതിപ്പോ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും. ആൻഡ് ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ഔട്ട്കം ബേസ്ഡ് കരിക്കുലം ഫ്രെയിംവർക്ക്. നമ്മൾ ഓൾറെഡി ഔട്ട്കം ബേസ്ഡ് മോഡൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ജൂൺ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The emphasis of learning outcome based curriculum framework, that is LOCF, is on. Okay, അപ്പോൾ അത് എന്താണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. A, application of knowledge. B, providing holistic educational experiences to students. C, designing a national common syllabus for a particular program of study. D, changing most of books in a college or university library എന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആക്കാനായിട്ട് 4 ഓപ്ഷൻസിലും എന്താ, ഫസ്റ്റ് 2 ഓപ്ഷൻസിൽ 2 സ്റ്റേറ്റ്മെന്റ് മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കി 2 ഓപ്ഷൻസിൽ ഒരെണ്ണേ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾക്ക് കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. കാരണം ഒരെണ്ണമാണ് അവിടെ ശരി അല്ലെങ്കിൽ 2 എണ്ണമാണ് അവിടെ ശരി എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെന്റും തന്നിട്ടുണ്ട്. അതായത് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, ആൻഡ് ഫൈനലി ഡിയും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് അത്രയും അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കാം. ദ എംഫസിസ് ഓഫ് ലേണിംഗ് ഔട്ട്കം ബേസ്ഡ് കരിക്കുലം ഫ്രെയിംവർക്ക് ഈസ് ഓൺ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പ്രൊവൈഡിങ് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് ടു സ്റ്റുഡൻസ് എന്ന് പറയുന്നുണ്ട്.
പിന്നെന്താ പറഞ്ഞേ, ഡിസൈനിങ് എ നാഷണൽ കോമൺ സിലബസ് ഫോർ എ പെർട്ടിക്കുലർ പ്രോഗ്രാം ഓഫ് സ്റ്റഡി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ചേഞ്ചിങ് മോസ്റ്റ് ഓഫ് ബുക്സ് ഇൻ എ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ലൈബ്രറി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഈ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു ലേണിംഗ് ഔട്ട്കം ബേസ്ഡ് കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് പ്രൊവൈഡിങ് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് ടു സ്റ്റുഡൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എ ആൻഡ് ബി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എ ആൻഡ് ബി ഓൺലി എന്നുള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ December 2023 ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സിപ്പ് മോഡൽ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു December 2023 ചോദിച്ചത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു 7 ടൈപ്സ് ഓഫ് മോഡൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും അതുപോലെ പ്രീവിയസ് ഇയറിൽ ഒത്തിരി തവണ ചോദിച്ചൊരു മോഡലുമാണ് ഈ ഒരു സിപ്പ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ സിപ്പ് മോഡൽ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു സിപ്പ് മോഡലിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു സിപ്പ് മോഡലിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നുള്ളതാണ്. അതായത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിപ്പ് മോഡലിനെയും അതുപോലെ ടൈലേഴ്സ് മോഡലിനെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് സിപ്പ് മോഡൽ എന്നുള്ളൊരു കാര്യം അറിയണം, അതുപോലെ എന്താണ് ടൈലേഴ്സ് മോഡൽ എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് വായിക്കുക. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, SIP model for curriculum evaluation is developed by Daniel Mento in 1949. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, SIP model for curriculum evaluation is developed by Daniel Mento in 1949 എന്ന് പറയുന്നുണ്ട്. അപ്പൊ SIP മോഡലിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, SIP മോഡൽ ഡെവലപ്പ് ചെയ്തത് ആരാ? ഡാനിയൽ എന്നുള്ളത് കറക്റ്റ് ആണ്, പക്ഷെ ഡാനിയൽ മെന്റോ അല്ല, ഇറ്റ് ഈസ് ഡാനിയൽ സ്റ്റഫിൾബീം. അപ്പോൾ ഡാനിയൽ സ്റ്റഫിൾബീം ആണ് ഈ ഒരു SIP മോഡൽ ഡെവലപ്പ് ചെയ്തത്. അതുപോലെ 1949 അല്ല, 1983 ഈ ഒരു SIP മോഡൽ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ രണ്ട് കാര്യങ്ങൾ തെറ്റാണ്. ഡാനിയൽ മെന്റോ അല്ല, ഡാനിയൽ സ്റ്റഫിൾബീം ആണ് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തത്. അതുപോലെ 1983 ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ടെയ്ലേഴ്സ് കരിക്കുലം മോഡൽ ഈസ് എ 4-part ലീനിയർ മോഡൽ. അപ്പോൾ ടെയ്ലേഴ്സ് കരിക്കുലം മോഡൽ നമ്മൾ പഠിച്ച സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു. ടെയ്ലേഴ്സ് മോഡൽ ഈസ് എ 4-part ലീനിയർ മോഡൽ എന്നുള്ളത്. അപ്പോൾ അത് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കാം, SIP model for curriculum evaluation is based on how can we determine whether the purpose are being attained. ഓക്കെ, അപ്പൊ SIP മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതൊരു കരിക്കുലം ഇവാലുവേഷൻ മോഡലാണ്. അപ്പൊ പല ആംഗിളിൽ നിന്ന് അത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോണ്ടെക്സ്റ്റ്, ഇൻപുട്ട്, പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ്. അപ്പൊ ഈ ഒരു 4 എലമെന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു 4 ആംഗിളിൽ നിന്നും കരിക്കുലം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ചുള്ള കരിക്കുലം ഡിസൈൻ ചെയ്യുന്ന ഒരു മോഡലാണ് SIP മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു SIP മോഡലിൽ അത് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞേ, ഹൗ ക്യാൻ വി ഡിറ്റർമൈൻ വെദർ ദ പർപ്പസ് ആർ ബീങ് അറ്റൈൻഡ്. അതായത് എങ്ങനെ നമുക്ക് ഈ ഒരു പേർപ്പസ്, അതായത് എഡ്യൂക്കേഷൻ ഒരു പേർപ്പസ് ഉണ്ടാവും, അത് അറ്റൈൻ ചെയ്തോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാന്ന് പറയുന്ന ഒരു മോഡലാണ് SIP മോഡൽ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. കാരണം എന്താ, അവിടെ നമ്മൾ ചെയ്യുന്നത് SIP മോഡൽ ചെയ്യുന്നത് അതൊരു കരിക്കുലം ഇവാലുവേഷൻ മോഡൽ തന്നെയാണ്, പക്ഷെ പല ആംഗിളിലുള്ള കോണ്ടെക്സ്റ്റ്, ഇൻപുട്ട്, പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ്. അപ്പൊ ഈ ഒരു 4 എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ഹൗ ക്യാൻ വി ഡിറ്റർമൈൻ വെദർ ദ പർപ്പസ് ആർ ബീങ് അറ്റൈൻഡ് എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അത് റോങ് ആണെന്ന് കാണിക്കാനായിട്ട്. അടുത്തൊരു ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിച്ചു നോക്കാം. SIP model for curriculum evaluation involves the steps and resources needed to meet the new goals and objectives and might include identifying the successful external programs and materials as well as gathering information എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് വായിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. എന്താ, SIP model for curriculum evaluation involves the steps and resources needed to meet the new goals and objectives and might include identifying the successful external programs
ആൻഡ് മെറ്റീരിയൽസ് ആസ് വെൽ ആസ് ഗ്യാതറിംഗ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് ശരിയാണ്. കാരണം എന്താ, സിപ്പ് മോഡലിൽ ആദ്യം കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ലേണേഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് പോപ്പുലേഷന്റെ നീഡ്സ് എന്തൊക്കെയാന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് ഇൻപുട്ട് ആണ്. അപ്പൊ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ് നല്ലൊരു രീതിയിൽ നടത്താനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്കൂൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഇൻപുട്സ് ആണ്. അപ്പൊ അവിടെ എന്തൊക്കെ വരാം, ടൈം വരാം, അല്ലെങ്കിൽ എന്താ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസ് വരാം, മെറ്റീരിയൽസ് വരാം. അത്തരം കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇൻപുട്ടിൽ വരുന്നത്. അടുത്തത് പ്രോസസ് ആണ്, ഇംപ്ലിമെന്റേഷൻ പ്രോസസ് ആണ്. അപ്പൊ ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ എങ്ങനെ ഒരു കാര്യത്തെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് പ്രോസസ്സിൽ വരുന്നത്. ആൻഡ് ഫൈനലി പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഫൈനൽ ഔട്ട്പുട്ടിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് ഔട്ട്കം ഫൈനലായിട്ട് വന്ന ആ ഒരു ഔട്ട്പുട്ടിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് പ്രോഡക്റ്റിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡി എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഈസ് Taylor's model for curriculum evaluation provides the decision makers with information about how well the program is being implemented. അപ്പൊ എങ്ങനെ ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം ടെയ്ലേഴ്സ് മോഡൽ എന്താ, അതൊരു ഗോൾ ബേസ്ഡ് മോഡലാണ്. അതായത് ആദ്യം തന്നെ ആ ഒരു ഒബ്ജക്റ്റീവ്സിനെ സെറ്റ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഒരു ഇവാലുവേഷൻ നടത്തുന്ന ഒരു മോഡലാണ്, ഗോൾ ബേസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇവിടെ ശരിയായിട്ട് വരുന്നില്ല. അപ്പൊ ഈ എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ബി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയായിരുന്നു. അതുപോലെ തന്നെ ഡി എന്നുള്ള സ്റ്റേറ്റ്മെന്റും ഇവിടെ ശരിയായിരുന്നു. അപ്പോൾ ബി ആൻഡ് ഡി എന്നുള്ള ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ ഡി ആണ്, ബി ആൻഡ് ഡി ഓൺലി എന്നുള്ളത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ബി ആൻഡ് ഡി ഓൺലി. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജൂൺ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ സിപ്പ് മോഡൽ ഓഫ് കരിക്കുലം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ബേസ്ഡ് ഓൺ ഇന്ററാക്റ്റീവ് മോഡ്സ് ഓഫ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇപ്പൊ താഴെ തന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായിരുന്നു. സിപ്പ് മോഡലിൽ 4 എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത്, CIPP. അപ്പൊ ആ ഒരു 4 എലമെന്റ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 4 ഓപ്ഷൻസ് ആയിട്ട്. അപ്പൊ ഈ ഒരു ഓപ്ഷൻസ് നിന്നും നമ്മൾ എന്താ സെലക്ട് ചെയ്യേണ്ടത്, ഏത് മോഡലിലാണ് അല്ലെങ്കിൽ ഏതിലാണ് ബേസ്ഡ് ഓൺ ഇന്ററാക്റ്റീവ് മോഡ്സ് ഓഫ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇന്ററാക്റ്റീവ് മോഡ്സ് ഓഫ് റിലേഷൻഷിപ്പ് വരുന്നത് ഏതിലാണെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു നീഡ്സ് ഐഡന്റിഫൈ ചെയ്യലാണെന്നുള്ളത്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താ, എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതാണെന്നുള്ളത്, അതായത് ടൈം, ഹ്യൂമൻ റിസോഴ്സസ്, മെറ്റീരിയൽസ് പോലുള്ള കാര്യങ്ങളാണ്. പ്രോസസ്സിലാണ് ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സ് നടക്കുന്നത്. പ്രൊഡക്റ്റിൽ എന്താ, ഫൈനൽ ഔട്ട്പുട്ട് എന്താന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യലാണ്. അപ്പൊ ഈ ഒരു ഇന്ററാക്റ്റീവ് മോഡ്സ് ഓഫ് റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കാര്യം ഇവിടെ വരുന്നത് ഏതില, ഓപ്ഷൻ സിയിലാണ്, ദാറ്റ് ഈസ് പ്രോസസ്. കാരണം അവിടെയാണ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് അവിടെ നടക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇന്ററാക്ഷൻ വരുന്നത് എന്നുള്ളതാണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് സി, ദാറ്റ് ഈസ് പ്രോസസ്. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, സെയിം ഓപ്ഷൻസ് തന്നെയാണ്. ജൂൺ 2022 വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജൂൺ 2022 നിങ്ങൾ നോക്കുക, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ കണ്ടോ, ഇത്രയും ഈ ഒരു മൊഡ്യൂളിൽ തന്നെ നമുക്കറിയാം ഇപ്പൊ ഓരോ വർഷവും ഓരോ മൊഡ്യൂളിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു 10 ക്വസ്റ്റ്യൻസിൽ പകുതി ക്വസ്റ്റ്യൻസ് ഏതെന്ന് ചോദിച്ചു, ഈ ഒരു ചാപ്റ്ററിന് ചോദിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ജൂൺ 2022 ചോദിച്ച ഈ ഒരു ക്വസ്റ്റ്യനും സിപ്പ് മോഡലിനെ കുറിച്ചാണ്. വിച്ച് ആസ്പെക്ട്സ് ഓഫ് സിപ്പ് മോഡൽ ഓഫ് കരിക്കുലം ഇൻവോൾവ്സ് മെറ്റീരിയൽ, ടൈം, ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് നീഡഡ് ഫോർ ദ എഫക്റ്റീവ് വർക്കിംഗ് ഓഫ് ദ സ്കൂൾ. നമ്മൾ നേരത്തെ ഇപ്പൊ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഏതിലാണ് വരുന്നത്, ഈ ഒരു മെറ്റീരിയൽ, ടൈം, ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഇൻപുട്ടിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് ഇൻപുട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിൽ പോലും അവിടെ 7 മോഡൽസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ 7 മോഡൽസ് നമ്മുടെ LMSൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്ലാസ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഈ ഒരു കരിക്കുലം സ്റ്റഡീസ് എന്ന 5ാമത്തെ മൊഡ്യൂളിൽ വരുന്ന മോഡൽസ് ഓഫ് കരിക്കുലം ഡിസൈൻ എന്ന ചാപ്റ്റർ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് വീഡിയോ. താങ്ക് യു.